റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീൻ. അമ്മാ ബഅദ്. അനുഗ്രഹീത ദിനരാത്രങ്ങൾ വളരെ വേഗത്തിലെ നമ്മിൽ നിന്ന് യാത്ര പറയുകയാണ്. പ്രതീക്ഷയുടെ മഗ്ഫിറത്തിൻ്റെ ദിനരാത്രങ്ങൾ. അള്ളാഹുവിലേക്ക് കരങ്ങളുയർത്തി കരയുന്ന കണ്ണുകളോടെ പാപമോചനത്തിനുള്ള അപേക്ഷയോടെയാണ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചെലവഴിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ദിവസം എൻ്റെ ബഹുമാന്യരായ സഹോദരങ്ങളെ ഉണർത്താനുള്ളത്, ഈ റമളാൻ ഷരീഫിൽ നമുക്കുണ്ടാകേണ്ട, ആകെ നമ്മൾ നേടിയെടുക്കേണ്ട വളരെ പ്രധാനമായ ഒരു കാര്യം, അല്ലെങ്കിൽ നോമ്പിൽ നിന്ന് നമുക്കുണ്ടാകേണ്ട, നമ്മൾ കണ്ടെത്തേണ്ട നോമ്പിൻ്റെ ആത്മാവ്, അത് തഖ്വയാണ്. തഖ്വയാണ് പ്രധാനമായും വ്രതാനുഷ്ഠാനത്തിലൂടെ ഒരു വിശ്വാസി ഉണ്ടാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ ആ കാര്യം വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തി. കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് അപ്രകാരം നിർബന്ധമാക്കിയതുപോലെ. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരാകാൻ വേണ്ടി. തഖ്വ, അതാണ് ഈ നോമ്പ് ഒരു മനുഷ്യന് നേടിക്കൊടുക്കേണ്ട ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. എന്താണ് തഖ്വ എന്ന് പറയുമ്പോൾ? ഹൃദയാന്തരങ്ങളിലുള്ള ദൈവഭക്തിയാണ്, കാര്യങ്ങളിലുള്ള സൂക്ഷ്മതയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വഴിപ്പെടുകയും വിലക്കുകൾ വർജിക്കുകയും ചെയ്യുക എന്ന, ഇവിടെ എന്തിനാണോ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മളൊക്കെ നിയോഗിച്ചത്, ആ സെറ്റപ്പിൻ്റെ ലക്ഷ്യ സാക്ഷാത്കാരം സാധ്യമാക്കുക എന്നതാണ് ഒറ്റവാക്കിൽ തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥത, ചെയ്യുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിനോടുള്ള പേടി, അള്ളാഹുവിന് വേണ്ടി ചെയ്യുക എന്നത് തന്നെയാണ് തഖ്വ. ഉദാഹരണം പറയട്ടെ, നോമ്പിൽ എങ്ങനെ നമുക്ക് തഖ്വ കാണാൻ കഴിയും? നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നോമ്പിൽ നമ്മൾ എവിടെയാണ് തഖ്വ കാണേണ്ടത്? അതുണ്ട്. കാരണം ഒരു നോമ്പ് ഉണ്ട് എന്ന് ഒരാളും അവൻ്റെ സൃഷ്ടാവായ അള്ളാഹുമല്ലാതെ അറിയാൻ ഒരു വഴിയുമില്ല. നിങ്ങൾ നോക്ക്, ഒരാളൊരു നോമ്പുകാരനാണോ, അവനും അവൻ്റെ റബ്ബുമല്ലാതെ അതറിയാൻ ഒരു വഴിയുമില്ല. ഉദാഹരണം പറയട്ടെ, ഞാൻ നോമ്പുകാരനാണ്. നിങ്ങൾ എൻ്റെ നോമ്പ് ഒരു പക്ഷേ പ്രകടമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക എൻ്റെ ബാഹ്യമായ പ്രകടനങ്ങളെ കൊണ്ടാണ്. പ്രത്യക്ഷത്തിലുള്ള എൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് നിങ്ങൾക്കങ്ങനെ വിലയിരുത്താൻ കഴിയും, അനുമാനിക്കാൻ കഴിയും, എന്നാൽ ഉറപ്പിക്കാൻ കഴിയില്ല. ഞാൻ ആളുകൾക്കിടയിൽ ഭക്ഷണം കഴിക്കാതെ മാറി നിൽക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയുന്നത് കൊണ്ടോ എനിക്ക് നോമ്പ് സംഭവിക്കുന്നില്ല. അത് ഞാനും എൻ്റെ റബ്ബുമായിട്ടുള്ള സ്വകാര്യമായ ഒന്നിൽ മാത്രമേ എൻ്റെ നോമ്പ് സാധ്യമാകൂ. അത് തഖ്വയുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ.
കാരണം നേരം പുലർന്ന് പ്രദോഷം വരെയുള്ള ആ സമയങ്ങളിൽ അന്നപാനീയങ്ങളോട് വിട ചോദിച്ചുകൊണ്ട് ഞാനിതൊക്കെ വർജിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ അള്ളാഹുവിനോട് ഞാൻ ചെയ്യുന്നു എന്ന ബോധമില്ലെങ്കിൽ നിങ്ങളൊക്കെ കണ്ണ് വെട്ടിച്ച് എനിക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. മറ്റൊരാളും അറിയാതെ നോമ്പിൻ്റെ മഹത്വങ്ങളെ അവഹേളിച്ചുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാമല്ലോ. ഞാനത് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ എനിക്ക് തഖ്വ രൂപപ്പെടുന്നു. അപ്പോൾ ജീവിതത്തിൽ തഖ്വ വേണം എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വേണ്ടാവൃത്തികളിൽ നിന്നും മുക്തമാകാനും വളരെ സംശുദ്ധമായ, വളരെ മനോഹരമായ, വളരെ മനുഷ്യത്വ മൂല്യങ്ങളുള്ള, വളരെ സംസ്കാര സമ്പന്നമായ ഒരു ജീവിതം സാധ്യമാക്കാനും നമുക്ക് കഴിയും. അതുകൊണ്ട് തഖ്വ വളരെ പ്രധാനമാണ്. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ. ഒരു ആത്മജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്ന ചില വരികളിൽ ഇങ്ങനെ കാണാൻ കഴിയും: എല്ലാ വിജയങ്ങൾക്കുമുള്ള നിദാനം അള്ളാഹുവിന് തഖ്വ ചെയ്യുക എന്നതാണ്. അവിടെയാണ് എല്ലാ വിജയങ്ങളും സാധ്യമാവുക. എന്നാൽ തിബാഉ അഹ്വ റഅസു ശർരി ഹബാഇല, ദേഹേച്ഛകളോട്, ശാരീരിക താല്പര്യങ്ങളോട് മനസ്സ് ആഗ്രഹിക്കുന്ന പോലെ സഞ്ചരിക്കാൻ ഒരാൾ മുന്നോട്ട് വരികയാണെങ്കിൽ അവിടെ വിജയങ്ങൾക്ക് പകരം അപജയങ്ങളാണ്. പരാജയങ്ങളുടെ പടുകുഴിയിലേക്ക്, അതിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് ആണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് തഖ്വ നേടുക എന്നതാണ് ഈ നോമ്പിൻ്റെ ഏറ്റവും ശ്രമപരമായൊരു പ്രവർത്തനമായി നമ്മൾ ഏറ്റെടുക്കേണ്ടത്. തഖ്വ ഹാഹുന. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, തഖ്വ ഇവിടെയാണ്, നെഞ്ചുകൂടത്തിലേക്ക് സൂചന നൽകി ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹു നൽകിയ ആ പ്രത്യേകമായ ഹൃദയാന്തരങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും എനിക്ക് തഖ്വ വേണമെന്ന ബോധം നമുക്കുണ്ടാക്കാൻ കഴിയണം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം. റബ്ബിൻ്റെ പ്രതിഫലം തന്നെ അവിടെയാണ്. ഒരു സംഭവം പറയട്ടെ. അബ്ദുല്ലാഹിബ്നു മുബാറക് എന്ന് പറയുന്ന ഒരു മഹാനുഭാവൻ ഒരു വേള ഹജ്ജ് കർമ്മത്തിൽ ലയിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം അല്പം ഉറങ്ങിപ്പോകുന്നു. അങ്ങനെ ഉറങ്ങിപ്പോയ സമയത്ത് ഗാഠമായ നിദ്രയാണ്. രണ്ട് മാലാഖമാരെ സ്വപ്നം കാണുന്നു. ഒരു മലക്ക് അവരെന്നോട് പറയാണ്, ആയിരങ്ങൾ ഈ വർഷം ഹജ്ജിന് പരിശുദ്ധമായ ഹറം ഷരീഫിൽ എത്തിയെങ്കിലും ഇവരുടെയൊക്കെ ഹജ്ജ് സ്വീകരിച്ചവർക്ക് പോലും സ്വീകരിക്കാൻ കാരണം മുവഫഖ് എന്ന് പറയുന്ന ഒരു മഹാനുഭാവൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണല്ലോ എന്ന് പരസ്പരം പറയുന്നത് അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഉറക്കിൽ കേൾക്കുന്നു. ഇങ്ങനെയുള്ള മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നങ്ങൾ പോലും കേവലം ഒരു നമ്മളൊക്കെ സ്വപ്നം കാണുന്ന പോലെ പേക്കിനാവുകളോ അല്ലെങ്കിൽ എഴുതിത്തള്ളേണ്ട സ്വപ്നങ്ങളോ അല്ല. ചില യാഥാർത്ഥ്യങ്ങൾ അള്ളാഹു അവർക്ക് നൽകുകയാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു ഞെട്ടി ഉണർന്നു. അങ്ങനെ ഇത്രമാത്രം മഹത്വമുള്ള ഒരാൾ ആരാണെങ്കിലും കണ്ടെത്തണമല്ലോ. അങ്ങനെ അദ്ദേഹം അങ്ങനെ ഇയാൾ അന്വേഷിച്ച് പറഞ്ഞ ആ സ്ഥലം ലക്ഷ്യം വെച്ച് അങ്ങനെ പോയി. ആ ആളുകളോട് ചോദിച്ചു, ഇങ്ങനെ മുവഫഖിനെ കുറിച്ച് അറിയാമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അത്ര വലിയ മഹത്വമുള്ള, അമാനുഷികതയുള്ള ആരാധനാകർമ്മങ്ങളിൽ സജീവമായി അള്ളാഹുവിൽ മാത്രം ലയിച്ച് ജീവിക്കുന്ന അങ്ങനെ ഒരാളെ ഞങ്ങളാരും കണ്ടിട്ടില്ല. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നിരാശയോടെ ഇങ്ങനെ മടങ്ങുമ്പോൾ ആരോ പറഞ്ഞു, തൊട്ടപ്പുറത്തൊരു ചെരുപ്പൂത്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയാണ്. പക്ഷെ ആളുകൾക്കിടയിൽ അങ്ങനെ ഇറങ്ങാനോ ആളുകൾക്കിടയിൽ വലിയ ഒരു വ്യക്തിത്വം, ഇലാഹി വ്യക്തിത്വമാണ് എന്ന് രൂപപ്പെടുന്ന വിധം ഒരു പ്രവർത്തനങ്ങൾ ഞങ്ങൾ കണ്ടില്ല. പക്ഷെ അങ്ങനെ ഒരാളവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ വിധേയനെ ഇദ്ദേഹത്തെ ചെന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. സംസാരത്തിൽ അദ്ദേഹം സ്വപ്നത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ കണ്ട ആ ഒരു വ്യക്തി തന്നെയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ മുവഫഖിനോട് ചോദിച്ചാലോ, നിങ്ങൾ ഹജ്ജ് കർമ്മം ചെയ്തിട്ടുണ്ടോ? നിങ്ങളൊരു പ്രവർത്തനങ്ങളെ കൊണ്ട് അള്ളാഹു ഒരുപാട് ആളുകളെ വിജയിപ്പിച്ചു എന്ന് എനിക്ക് ഉറക്കിൽ മലക്കുകൾ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞല്ലോ. ആ സമയത്ത് മുവഫഖ് കണ്ണുനീരൊഴുക്കുകയാണ്. അശ്രുകണകൾ ധാരധാരയായി ഒഴുകുകയാണ്. ആ മനുഷ്യൻ
ഒലിക്കുന്ന കണ്ണുനീർത്തുള്ളികളോടെ പറഞ്ഞത്രേ, അങ്ങനെ നിങ്ങൾ കണ്ടോ? എന്നാൽ ഞാൻ എത്രയോ ഭാഗ്യവാനാണ്. അങ്ങനെ കാണാൻ ഒരേ ഒരു കാരണമുണ്ട്. അതെന്താണെന്നറിയോ? ഞാൻ വർഷങ്ങളോളമായി ഹജ്ജിന് ആഗ്രഹിക്കുന്നു. എനിക്ക് ലഭ്യമാകുന്ന നാണയത്തുട്ടുകളെല്ലാം ഞാൻ സ്വരൂപിക്കും. പട്ടിണിയുടെ പ്രയാസത്തിൽ ഞാൻ ജീവിക്കുമ്പോഴും എനിക്ക് ചെരുപ്പ് കുത്തി ലഭിച്ചുകൊണ്ടിരിക്കുന്ന നാണയത്തുട്ടുകൾ അത് ശേഖരിച്ച് അവസാനം ഹറമിലേക്ക് എനിക്കെത്താൻ കഴിയണം, ഹജ്ജ് ചെയ്യണം. ഈ ഒരു താല്പര്യത്തോടെ ഞാൻ കുറേ വർഷങ്ങളോളമായി അങ്ങനെ സംഖ്യ സ്വരൂപിച്ച് ഈ വർഷം ഏകദേശം പോകാൻ കഴിയുമെന്ന ഒരു രീതിയിലേക്ക് ഞാൻ എത്തി. അങ്ങനെ ഞാൻ സന്തോഷത്തോടെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനം പ്രദക്ഷിണം ചെയ്യാനും ആ കഅബ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാനും നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ഹജറുൽ അസ്വദ് ഒന്ന് തൊട്ട് മണക്കെങ്കിലും ചെയ്യാനും എനിക്ക് കഴിയാലോ. വളരെ പ്രതീക്ഷയുടെ ദിവസങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചു. ഹജ്ജിൻ്റെ ദിവസങ്ങൾ അടുത്ത് വരും തോറും എൻ്റെ ഹൃദയം തുടിപ്പുമായി ഞാൻ കാത്തിരുന്നു. അങ്ങനെ ഏകദേശ യാത്രക്കടുക്കുന്നു. ആ സമയത്ത് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് തൊട്ടടുത്ത വീട്ടിൽ ചുട്ടെടുക്കുന്ന മാംസത്തിൻ്റെ ഗന്ധം എൻ്റെ വീട്ടിലേക്ക് എത്തിയത്. എൻ്റെ ചെറിയ കുഞ്ഞ് ആ മാംസം ചുടുന്ന, അത് പൊള്ളുന്ന സ്മെല്ലടിച്ചപ്പോൾ ഒരു കഷ്ണം എനിക്കും കിട്ടിയെങ്കിലെന്ന് ആഗ്രഹം പറയുകയും ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവരോട് എൻ്റെ മോൻക്ക് നിങ്ങളുണ്ടാക്കിയ പൊരിച്ചെടുത്ത മാംസത്തിൽ നിന്ന് അല്പം നൽകുമോ എന്ന് ഞാൻ വളരെ വിനയാന്വിതരായി ആവശ്യപ്പെട്ടു. ഈ ആവശ്യപ്പെട്ട സമയം ആ വീട്ടുകാരെന്നോട് പറഞ്ഞത്, ഈ മാംസം ഞങ്ങൾക്ക് അനുവദിയവും എന്നാൽ നിങ്ങൾക്കത് നിഷിദ്ധവുമാണ്. ഞാൻ ചോദിച്ചു, അതെങ്ങനെ സംഭവിക്കുന്നു? നിങ്ങൾക്ക് അനുവദിയമാകുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്കത് നിഷിദ്ധമാകുന്നത്? അവർ പറഞ്ഞു, ദിവസങ്ങളോളമായി ഞങ്ങൾ പട്ടിണിയിലായിരുന്നു. ഇനിയും ആ പട്ടിണി തുടർന്നാൽ മരണം ഞങ്ങൾ മുഖാമുഖം കാണുന്നു. കുഞ്ഞുങ്ങൾ കരഞ്ഞ് തളർന്ന് മരണത്തേക്ക് അടുക്കുകയാണ്. മരണത്തോടടുക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും കിട്ടിയെങ്കിലെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ചത്തുകിടക്കുന്നൊരു മൃഗം എൻ്റെ കണ്ണിൽപ്പെടുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അത്തരം സമയത്ത് ജീവൻ നിലനിൽക്കാൻ അങ്ങനെയുള്ള മാംസം ഭക്ഷിക്കാമെന്നല്ലേ പരിശുദ്ധ മത നിയമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് ഈ നജ്സോ മറ്റോ നോക്കാതെ ചത്തുകിടക്കുന്ന മാംസങ്ങൾ ചുട്ടെടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകിയത്. ഞങ്ങൾക്കിത് അനുവദിയമാകുമ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ഒരു പട്ടിണിയില്ലാത്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് നിഷിദ്ധമാകുന്നു. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് തരാൻ കഴിയാതെ പോയതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല. എൻ്റെ വീട്ടിൽ ഞാൻ സ്വരൂപിച്ച് വെച്ച, ഹജ്ജിന് വേണ്ടി ഒരുക്കി വെച്ച നാണയത്തുട്ടുകൾ ഒരു കീഴിലാക്കി കൊണ്ടുപോവുകയും ആ ഉമ്മയെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഹജ്ജ് ഇവിടെയാണ്. ഞാൻ ഹജ്ജ് ആഗ്രഹിച്ച് അതിനുവേണ്ടി സ്വരൂപിച്ചതാണ്. പക്ഷേ നിങ്ങളെൻ്റെ അയൽവക്കത്തുള്ള നിങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ കാണുന്ന ഹജ്ജ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏൽപ്പിച്ചു. ഈ പ്രവൃത്തിയല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിൻ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, നിങ്ങളുടെ പ്രവർത്തനം എല്ലാ ഹാജിമാരേക്കാളും വലിയ ഹജ്ജിൻ്റെ സ്ഥാനമായി അള്ളാഹു ഇത് സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, തഖ്വയുള്ള പ്രവർത്തനങ്ങൾ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെ വിജയം സുനിശ്ചിതമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ കേവലം പട്ടിണി കിടന്ന് സമയങ്ങൾ നീക്കിവെക്കുക എന്നതിനേക്കാളൊക്കെ അപ്പുറം ഇങ്ങനെയുള്ള അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളെക്കുറിച്ച് ആലോചിക്കുകയും ഒരു തിന്മ ചെയ്യുമ്പോൾ ചെയ്യാതിരിക്കാൻ പ്രചോദിതമാകേണ്ടത് തഖ്വയാണ്. ഒരു നന്മ ചെയ്യാൻ പ്രോത്സാഹനമാകേണ്ടതും ആ ഒരു തഖ്വയാണ്. ഒരാളെ സഹായിക്കാനുള്ള മനസ്സ് വേണ്ടതും തഖ്വയാണ്. വളരെ മനോഹരമായ രമ്യഹർമ്മങ്ങൾ നമുക്കുണ്ട്. കൊട്ടാര സമാനമായ സൗധങ്ങളുണ്ട്, വൻ എസ്റ്റേറ്റുകളുണ്ട്, കോടിക്കണക്കിന് ആസ്തികളുണ്ട്, ഇൻവെസ്റ്റുകളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഒരാളൊരു സഹായത്തിന് നമ്മിലേക്ക് വരുമ്പോൾ കൈ നീട്ടുമ്പോൾ
തൻ്റെ മകളുടെ വിവാഹം, അല്ലെങ്കിൽ തനിക്കൊരു കൂരയുണ്ടാക്കാൻ, അല്ലെങ്കിൽ തൻ്റെ രോഗത്തിന് ചികിത്സ നേടാൻ, കുഞ്ഞുങ്ങളുടെ പഠനം, വ്യത്യസ്ത ആവശ്യങ്ങളുമായി ഒരു ചെറിയ സഹായത്തിനൊരു കൈകൾ നീട്ടി നമ്മിലേക്ക് വരുമ്പോൾ ആ വരുന്ന മനുഷ്യൻ്റെ മനോവികാരം കണ്ടെത്തി അവൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ നിനക്ക് കഴിയണമെങ്കിൽ നിൻ്റെ ഉള്ളിൽ തഖ്വ രൂപപ്പെടണം. അള്ളാഹു ചെയ്ത ആ സന്തോഷത്തിൽ നീ നന്ദിയുള്ളവനാകണം. അതുകൊണ്ട് ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു വിശുദ്ധ മാസത്തിൽ തഖ്വ എന്ന് പറയുന്ന നമുക്കുണ്ടാകേണ്ട ആ വിശുദ്ധമായ ആ ഒരു സവിശേഷ ഗുണം അത് ആവാഹിച്ചെടുക്കാനാണ്, അത് നേടിയെടുക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. രണഭൂമികളിലേക്ക് 6-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധമായ സത്യമതത്തിൻ്റെ പൂർത്തീകരണ കാലഘട്ടം അള്ളാഹുവിൻ്റെ വിശുദ്ധ പ്രവാചകൻ ആയിരക്കണക്കിന് സർവ്വസന്നാഹത്തോടു കൂടി വന്ന ശത്രുക്കൾക്ക് മുന്നിൽ നമുക്കറിയാലോ, ഒന്നുമില്ലാതെ ഒട്ടിയ വാളും, ഒട്ടിയ വയറും, പൊട്ടിയ വാളും ഇതുമായി നടന്നു വന്ന പ്രിയപ്പെട്ട സ്വഹാബി വര്യന്മാർ ആ രണാങ്കണങ്ങളിലേക്ക് എടുത്തു ചാടാൻ മറ്റാരേക്കാളും പരിശുദ്ധമായ സത്യമതത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി അക്ഷീണ പ്രയത്നവുമായി, അശ്രാന്ത പരിശ്രമവുമായി അവർക്ക് മുന്നോട്ട് വരാൻ അവർക്കൊക്കെ പ്രചോദനം നൽകിയത് യഥാർത്ഥത്തിൽ ഈ ഒരു തഖ്വയായിരുന്നു. എന്നാൽ ആ തഖ്വ ഇല്ലാതെ പോയതാണ് മദ്യത്തിന് മുന്നിൽ, അതുപോലെ തന്നെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് മുന്നിൽ യാതൊരു മടിയും യാതൊരു പ്രയാസവുമില്ലാതെ നമ്മുടെ സമയങ്ങൾ നീക്കിവെക്കാൻ അറപ്പും വെറുപ്പുമില്ലാതെ നമ്മൾ സമയം കണ്ടെത്തുന്നത്. നമ്മുടെ സഹോദരിമാർ സഞ്ചരിക്കുമ്പോൾ ഔറത്ത് മറക്കാൻ ഉള്ള മനസ്സ് വരാതെ പോകുന്നത്, തൻ്റെ തലമുടികൾ അന്യ ആണുകൾ കാണുമ്പോൾ യാതൊരുവിധ വൈമനസ്യവും തോന്നാതെ അവർക്കതിന് കഴിയുന്നത്, മാംസലമായ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ അള്ളാഹു നാളെ ശിക്ഷിക്കുമല്ലോ എന്ന് ബോധമില്ലാതെ പോകുന്നത്, വിശുദ്ധമായ റമദാനിൽ പോലും അതിൻ്റെ അർഹിക്കുന്ന രീതിയിൽ അതിനെ പരിഗണന നൽകാതെ, അതിൻ്റെ ആദരവ് കാണിക്കാതെ അതിനെ അപഹസിക്കുന്ന പ്രവണതകളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതൊക്കെ ഈ തഖ്വ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് ആ തഖ്വ സാധ്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.